ബ്രസീലിയൻ ദേശീയ ടീമിനെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി തന്നെയാണ് റൊണാൾഡോ നസാരിയോ. റൊണാൾഡോ നയന് ബ്രസീലിന് വേണ്ടിയിട്ട് അത്രയും മികച്ച രീതിയിൽ കളത്തിലില്ല കാലത്തോളം നമ്മളെയൊക്കെ ആവേശം കൊള്ളിച്ച റൊണാൾഡോ നയന് അദ്ദേഹം ഇപ്പോഴും ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ഭയങ്കര നിരാശനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആകാൻ താൻ തയ്യാറാണ് എന്നുള്ള ചെറിയ ന്യൂസുകൾ കുറച്ച് മുന്നേ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാനും കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ, ഒരു മാസത്തിൻ്റെ മേലൊക്കെ ആയിട്ടുള്ളൂ ആ ന്യൂസ് വന്നിട്ട്. ബ്രസീൽ പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് റൊണാൾഡോ നയന് മത്സരിച്ചേക്കും എന്നുള്ള ന്യൂസ് വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം തന്നെ ഒഫീഷ്യലായിട്ട് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അടുത്ത CBFൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ താൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് അദ്ദേഹം തന്നെ സംസാരിച്ച് അദ്ദേഹം തന്നെ വന്നിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്രസീലിൽ ഞാൻ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ആളുകളൊക്കെ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ബ്രസീലിനെ ആ പഴയ രൂപത്തിലേക്ക് എത്തിക്കുമോ, അല്ലെങ്കിൽ താങ്കൾ തിരികെ വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്. നമുക്കറിയാം ബ്രസീലിൻ്റെ സാഹചര്യം ഇപ്പോൾ കുറച്ച് മോശം സിറ്റുവേഷനിലാണ്. അത് നമുക്ക് ആ പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്നെ ഈ ഒരു സ്ഥാനം ഏറ്റെടുത്ത് ഞാൻ പല മുൻകാല ലെജൻഡുകളോടും മറ്റുള്ളവരോടും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ പ്രവർത്തനം എന്നൊക്കെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്, റൊണാൾഡോ നയന്. എന്തായാലും ബ്രസീലുമായിട്ടുള്ള ഒരുപാട് ബന്ധം, അടുപ്പം ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ റൊണാൾഡോ നയന് ആ ഒരു സ്ഥാനത്ത് വന്നാൽ തീർച്ചയായും ബ്രസീൽ ദേശീയ ടീമിന് അതൊരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പലായനത്തിന്. ഏതായാലും ആ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് 2025, അതായത് അടുത്ത വർഷം മാർച്ച് മുതൽ 2026 മാർച്ച് വരെയൊക്കെയാണ്, ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ്. അന്ന് അത്രയും കാലയളവിലാണ് ഈ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയുള്ളൂ. റൊണാൾഡോ നയന് ആ ഒരു സ്ഥാനത്തേക്ക് വരുമോ, ബ്രസീലിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വളർച്ചക്ക്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു തളർച്ചക്കൊക്കെ പരിഹാരമായിട്ട് അദ്ദേഹം തിരിച്ചെത്തിയിട്ട് ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ബ്രസീലിനെ കൊണ്ടുപോകാൻ കഴിയുമോ അദ്ദേഹത്തിന് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി കഴിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് അദ്ദേഹം റെഡിയാണ് എന്നുള്ള കാര്യം.